പണ്ടൊക്കെ പ്രായമുള്ള ആളുകളാണ് നമ്മുടെ വീട്ടിൽ പറയുന്നത് എൻ്റെ കൈക്ക് വയ്യ, കാലിന് വയ്യ, കാലിൻ്റെ അടിവശം ഭയങ്കരമായിട്ട് പുകയുക എന്നൊക്കെ. ഇന്ന് ചെറുപ്പക്കാരും ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് നടുവിന് വേദന, കഴുത്തിന് വേദന, അങ്ങനെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന പല പല വേദനകൾ. ഇതൊക്കെ മാറാനായിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടിരിക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് തരുന്ന ഒരു ഓയിൽ കൂടിയാണ്. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കുക, അല്ലെങ്കിൽ ചില്ല് ബോട്ടിൽ എടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടുകെണ്ണയാണ്. കടുകെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഓയിൽ ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. 250 ഗ്രാം കടുകെണ്ണ നമ്മുടെ ഈ ഒരു ബോട്ടിലിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ പറയുന്ന അളവിന് മാത്രം നിങ്ങൾ ഈ ഓയിൽ നിങ്ങൾ തയ്യാറാക്കുക, കൂടുതലായിട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട. 250 ഗ്രാം ഓയിൽ ml ഓയിൽ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ചെറുനാരങ്ങയാണ്. പഴുത്ത ഒരു ചെറുനാരങ്ങ എടുക്കുക. അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി മാത്രം, ഇതിൻ്റെ തോട് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇതിനകത്തിലെ നീരോ കുരുവോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാനിതിവിടെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതാണ്. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഓയിലിനകത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ നാരങ്ങ കഴുകിയിട്ടാണ് നിങ്ങൾ ഇതിനകത്തേക്ക് ഇടുന്നതെങ്കിൽ ആ വെള്ളം മുഴുവനും തുടച്ച് കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇടാനായിട്ട് പാടുള്ളൂ. വെള്ളമയം ഇതിൻ്റെ പുറത്ത് കാണാനായിട്ട് പാടില്ല. പക്ഷെ നാരങ്ങ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരല്പം വെള്ളം, നാരങ്ങയുടെ ആ ഒരു ആസിഡ് അതിനകത്തുണ്ടാകും, അത് കുഴപ്പമില്ല. അല്ലാതുള്ള വെള്ളമൊന്നും അതിൻ്റെ മുകളിലൊന്നും പാടില്ല. ഞാനിപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കടുകെണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു നാരങ്ങയുടെ തൊലി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തിൽ സ്പൂണോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇടാനായിട്ട് പാടില്ല. നമ്മൾ ഈ ഇട്ടിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക. ഒരു 10 ദിവസം ഇതേപോലെ തന്നെ നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് 11ാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. വേദനയുള്ള ഭാഗത്ത് ഈ ഓയിൽ നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. പുരട്ടി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ടവൽ മുക്കി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തിട്ട് ആ വേദനയുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വേദനകളും മാറിക്കിട്ടാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഓയിൽ ബോട്ടിൽ തുറന്നു നോക്കാനായിട്ട് പാടുള്ളൂ. ദിവസത്തിൽ 1-2 തവണ നിങ്ങൾക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നടുവേദന, അതുപോലെ തന്നെ കഴുത്തിന് വേദനയൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കൈകാൽ പുകച്ചിലുള്ള ആളുകളും ഉണ്ട്. അവരൊക്കെ ഈ ഓയിൽ നല്ലതുപോലെ യൂസ് ചെയ്യുക. അവർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ് ഇത്.